कुछ फील हो गया दम बिरयानी खाया जैसा? बिरयानी का स्मेल नहीं है ना? Only like rice I eat, only the boiled chicken. बिरयानी का स्मेल ही नहीं है. Hello. स्मेल വന്നിട്ട് എല്ലാം വില കുറഞ്ഞുണ്ട്. ജിമ്മി നല്ല മറ്റും ലോക്കൽ സാധനങ്ങളുണ്ട്. സ്മെല്ലൊന്നും എത്ര കഴിച്ചാൽ സൂപ്പറായിരുന്നല്ലേ? അവിടുത്തെ അത്ര ഇവിടുത്തെ ഇല്ല ഷെഫ് നൗഷാദിന്റെ പച്ചക്കറി സൂപ്പ് അവരത് ആ ചോറും കറിയേ ഉള്ളൂ. ഞാൻ ഒരു ദിവസം ബിരിയാണി കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ശരിയില്ല പറഞ്ഞു. ആള് മാറിയെന്ന് ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ബിരിയാണിന് ഒരു എഫക്റ്റും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ നേരെ അവരോട് പറഞ്ഞു എന്താ ചോദിച്ചാൽ അവിടെ ഞാൻ തൃപ്തിയായിട്ടില്ല. പൈസ കൊടുത്ത് കഴിഞ്ഞാരാണ്. കാരണം ബിരിയാണിക്ക് നമ്മൾ പൈസ കൊടുക്കുന്നതിന് പൈസ എല്ലാം കൊടുക്കുക അവർക്ക് ടിപ്പ് കൊടുക്കുക അതും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തൃപ്തിയായിട്ടില്ല എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആള് മാറിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി തീരെ ഇതായിട്ടില്ല. നമ്മള് ലോക്കൽ വിചാരിച്ച് പോയാൽ കഴിച്ചാൽ കുഴപ്പമില്ല. എല്ലാവർക്കും കുറെ കാര്യം ഫീൽ ചെയ്ത് മസാല കൂടുതൽ because of too much expecting customer, they make hurry, it's flop only. പായസം ലാസ്റ്റ് പായസം also put the water also. No. Maybe they lastly that pot, maybe they wash and remove maybe that water. I eat already. Just always go like this. Half perfect. പണ്ട് കോളേജിൽ വിട്ട് വന്നിട്ട് വന്നിട്ട് നോക്കുമ്പോൾ ആരും ഇല്ല. ഞാനപ്പാട് നേരെ ഡ്രസ്സ് മാറ്റി ഓടി അടുക്കളയിലോട്ട്. അന്നേരം പരിപാടി അമ്മേ ഞാൻ ഹോട്ടലിൽ നിന്ന് പൊറോട്ട കഴിച്ച പൈസ ഉണ്ടെങ്കിൽ അന്നത്തെ കാലം ഒരു ആപ്പി ഹോട്ടൽ സ്ട്രോങ്ങായി. പൊറോട്ടയും മട്ടൻ ചാപ്സും എല്ലാ ദിവസവും തട്ടിയിട്ട് എല്ലാ ദിവസവും പൊറോട്ട മട്ടൻ ചാപ്സ് എന്ത് പറ്റാൻ എല്ലാ ദിവസവും അവധി ദിവസം ഒഴിക്കാൻ ഞാൻ സന്തോഷ് ഹോട്ടലിന് പറയലേ ഇല്ല. അത് മാത്രമല്ല അതിൽ നിൽക്കില്ല. പിന്നെ പഴംപൊരി ഇങ്ങനെ ഓരോന്ന് അവിടെ തന്നെ ഇരിക്കും. പ്ലേറ്റ് എടുക്കാനും പാടില്ല. എന്റെ പ്ലേറ്റ് എടുത്ത കുഴപ്പമില്ല. എന്റെ സ്വന്തം ആൾക്കാരല്ലേ എല്ലാം. എന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ ഹോട്ടല്. പക്ഷെ ഓൻ പറയും ഹോട്ടലിന്റെ പുറത്ത് വരെ ലോയുള്ളൂ കേട്ടാന്ന് പൈസ കൊടുക്കണ്ടോണ്ട്. സതീഷ് ഇപ്പം ദുബായില്ല. അവന്റെ ഏട്ടന്റെ ഹോട്ടല് ഒരു അച്ഛന്റെ ആയിരുന്നു. അച്ഛൻ മരിച്ചു. സന്തോഷ് റെസ്റ്റോറന്റ് അച്ഛൻ മരിച്ചു. അച്ഛൻ രമേശൻ അല്ല അവന്റെ ഏട്ടൻ രമേശൻ. എനിക്ക് അടുക്കളയിൽ ഒരു എൻട്രിയാ. എടാ നീ ഇതിന്റെ ഉള്ളിൽ എത്തിയോണ്ട് ചോദിക്കും. ഞാൻ പറഞ്ഞ എല്ലാ രമേശ് ചേട്ടാ ഞാൻ 10 മിനിറ്റ് അതിൽ ഇരിക്കുന്നു. നിനക്ക് കോളേജ് ക്ലാസ്സിലാണ് വെച്ചിട്ട് അയില മുറിക്കുന്ന അത്രയും അവര് ചെയ്യുമ്പോ ഓരോ സാധനം ഇങ്ങനെ അയില മുറിക്കുന്ന അത്ര ഞാൻ പണി തുടങ്ങിയേ ഉള്ളൂ. സന്തോഷം 2-3 പൊറോട്ടയും മട്ടൻ ചാപ്സും കഴിച്ചാൽ 10 റുപ്യ. ഞാൻ കോളേജ് പഠിക്കുമ്പോ ബസ്സിന്റെ പൈസ എത്രയാന്നാ 20 പൈസ. ബസ്സിന് 10 പൈസ അങ്ങോട്ടും 10 പൈസ ഇങ്ങോട്ടും കൊടുത്തിട്ട് അതല്ലേ 10 പൈസ അതല്ലേ കണ്ടക്ടറിനെ എണീപ്പിക്കാൻ നോക്കിയത്. ലാസ്റ്റ് അവിടെ വായിന്ന് വീണ്. നീ അവിടുന്ന് എന്റെ നാട്ടിലെ കണ്ടക്ടർ ഭയങ്കര മത്സ്യം എന്നോട് പറഞ്ഞ് നീ പാടുന്ന എന്നിട്ട് ഉച്ചക്കൊന്നും നീ കഴിച്ചിട്ടാ വീട്ടിൽ പോവാ. കോളേജ് സമരമെങ്കിൽ നേരെ ഹോട്ടൽ. എനിക്ക് സിനിമ കാണാൻ പോക്ക് കറങ്ങാൻ പോക്കൊന്നും വണ്ടേയില്ല. കുട്ടികൾ സിനിമക്ക് പോകും പിള്ളേര്. ഞാൻ നേരെ മേറ്റിനി ഉണ്ടാവല്ലോ. ഞാൻ നേരെ പോയിട്ട് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് മട്ടന്നൂർ ലൈബ്രറി ഇല്ലേ മുനിസിപ്പൽ ലൈബ്രറി കയറിയിട്ട് കേരള ശബ്ദം, ഇന്ത്യ ടുഡേ, വീക്കലികള് പിന്നെ എല്ലാ പത്രവും കേരള കൗമുദി, മനോരമ എല്ലാം വായിച്ച് ഉച്ചക്ക് ആദ്യം ഒരു പൈസക്കിന്റെ അടുത്ത് വരും. എന്നിട്ട് ഞാൻ വീട്ടിൽ പോകുന്നു. അങ്ങനെ നമ്മള് മെറീന മോളിൽ എസ്കലേറ്റർ കയറി മേലേക്ക് പോവുകയാണ്. അങ്ങനെ
ശ്രീനാഥ് ATM പോയി പൈസ എടുക്കാൻ പോയത്. ഇവിടെ ഒരു ലെമൺ സംബന്ധമായിട്ട് ഫ്രഷ് ഫ്രൂട്ട്സ് എന്നും പറഞ്ഞൊരു ഇത് കണ്ടു. അവിടെ ഞങ്ങൾ നോക്കുവാണ് എന്താണ് ഐറ്റം എന്ന്. എന്താണ് ഐറ്റം, എങ്ങനെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുവാണ്. ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ഈദുമായിട്ട് നല്ല ക്രൗഡുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ഫുഡ് കോർട്ടുണ്ട്. അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് നോക്കാൻ പോവാ. വന്നതല്ലേ, ഞാൻ ഫുഡ് കോർട്ടും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഐസ്ക്രീമോ? ഫുഡ് കോർട്ട് ഇവിടെ എല്ലാം സെയിലാണ്. ഏതാ നമ്മുടെ മിഞ്ഞാന്ന് രാത്രി നമ്മളിലൊക്കെ പോയില്ല പയ്യാൻ തിങ്കളാഴ്ച വൈകിട്ട് നമ്മളൊരു ഫ്രൂട്ടെല്ലാം കഴിച്ച് ഞാനൊരു മാംഗോ കുൽഫിയും വാങ്ങി. This is better to take mango and vanilla. Mango alone not much taste. അങ്ങനെ നമ്മൾ മാക്ഡൊണാൾഡ്സിൽ വന്നിട്ട് ഒരു മാംഗോ വനില ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ നിൽക്കുന്നത് മാക്ഡൊണാൾഡ്സിലാണ്. പ്രിയ അവിടെ ഓർഡർ ചെയ്യുകയാണ്. ഇവരിവിടെ നിന്ന് കാര്യം പറയുന്നു. നമ്മൾ ആദ്യം ഇവിടെ ഓർഡർ ചെയ്യണം, അതിനുശേഷം നമ്മൾ ക്യാഷ് പ്രിയ അവിടെ ക്യാഷ് പേയ്മെന്റ് ചെയ്യും. ഞങ്ങൾ വാങ്ങിയത് മാംഗോയും വാനിലയും കൂടെ മിക്സ് ആയിട്ടുള്ള കാര്യമായിട്ടാണ്. keeping every day. നീ അങ്ങോട്ട് അടുത്ത പോണേ ബീച്ചിൽ നട്ടത്തേക്കോ അപ്പൊ എന്ത് കരിയാനായിരിക്കും യൂറോപ്യൻ സിസ്റ്റം Let's go down. Down. Then out where you want to go? Where you want to go? Time is there, no? We will go in the beach side. What do you do? Yo. ഇതാണ് മറീന മോളിലെ ബീച്ച്. ഇവിടെ നോക്കിയാൽ നമുക്ക് റോഡ് കാണാം.
എല്ലാം കൊണ്ട് ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് പോവുകയാണ്. എസ്കലേറ്റർ കയറി ഞങ്ങളത് താഴെ ചെല്ലണം. ഇപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഇനി ഇവിടെ സമ്മർ സീസണാണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ. നോക്കിക്കേ എന്തോരു ബോട്ട്സാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കിയേ. എല്ലാ തരത്തിലെയും ഉണ്ട്. ഇതെന്താ പറയുന്നത്? യാട്ടെന്നോ യാച്ചെന്നോ? യാച്ച്.